Morning. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് മാം. ഉണ്ട് മാം. നമ്മൾ ഇവിടെ വരെ പറഞ്ഞത് ഡിസൈൻ വരെയാണോ LDRന്റെ? ഇത് പറഞ്ഞോ, സോണുകൾ പറഞ്ഞായിരുന്നോ? സോൺസുകൾ പറഞ്ഞോ? ഇല്ല. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ലേബർ റൂം സർവീസസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് ലൊക്കേഷൻ പറഞ്ഞു, ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തു. ഡിസൈനിൽ തന്നെ ഇനി നമ്മള് LDR കോംപ്ലക്സിന് അല്ലെങ്കിൽ ലേബർ ഡെലിവറി റിക്കവറി റൂമിനെ നമ്മൾ 3 സോൺസുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. Okay, the LDR labor delivery and recovery complex can be divided into 3 zones. ഏതൊക്കെയാണ്? അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? നിങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും. 23 തന്നെയാണ് എല്ലാവരുടെയും. 74 ആണ് കേട്ടോ. പേജ് നമ്പർ 74. ഓക്കെ, അൺസ്റ്റെറൈൽ സോൺ. അൺസ്റ്റെറൈൽ സോണിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര. പ്രൊട്ടക്റ്റീവ് സോണിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ, സ്റ്റോർ ഡ്യൂട്ടി റൂം എക്സെട്ര. Then delivery zone consists of cleaning supply room, substation, delivery room etc. ഇപ്പൊ ലേബർ റൂം കോംപ്ലക്സിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്തത് 3 സോണുകളായിട്ടാണ് നമ്മുടെ വെക്കുന്നത്. അപ്പൊ അതിൽ അൺസ്റ്റെറൈൽ സോണിൽ എന്തൊക്കെ വരുന്നുണ്ട്? ലേബർ റൂമിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ആണ് അതിൽ വരുന്നത്. അതേപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയാസ് വരുന്നുണ്ട്. പബ്ലിക് യൂട്ടിലിറ്റി ഏരിയാസും അൺസ്റ്റെറൈൽ സോണിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ,
പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സോണിൽ എന്തൊക്കെ വരുന്നുണ്ട്? ചേഞ്ച് റൂം ഉണ്ട്, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. ഡെലിവറി സോണിൽ എന്തൊക്കെയാ വരുന്നത്? ഡെലിവറി സോണില് ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം. സ്ക്രബ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? സ്ക്രബ് സ്റ്റേഷൻ എന്ന് പറയുമ്പോ സ്ക്രബ് സ്റ്റേഷൻ എന്തൊക്കെയാണ്? സ്ക്രബിംഗ് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളും അതിൽ വരും അല്ലെ. മെഡിക്കൽ സിങ്കുകൾ ഉണ്ടാവും, പിന്നെ സൊല്യൂഷൻസ്, ഡിറ്റർജൻസ്, സോറി സാനിറ്റൈസേഴ്സ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എന്തിലുണ്ടായിരിക്കുക? സ്ക്രബ് സ്റ്റേഷൻസിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഡെലിവറി സോണിലാണ് എന്ത് ഉൾപ്പെടുന്നത്? ഡെലിവറി റൂം ഉൾപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഈ 3 സോണുകളും പഠിക്കണം. നമ്മൾ ഓരോ സോണിലും ഏതൊക്കെ ഏരിയാസ് ആണ് ഉൾപ്പെടുന്നതെന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഓക്കെ, ഇതേപോലത്തെ കുറച്ച് സോണുകൾ നമ്മൾ വേറൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഏത് ചാപ്റ്റർ ആണെന്ന് അറിയാമോ? ഏത് ചാപ്റ്റർ ആണ്? അല്ലെ, ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നമ്മൾ 4 സോൺസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഏതാണ്? ഇവിടെ 3 സോൺസ് ആണ്. അൺസ്റ്റെറൈല, പ്രൊട്ടക്റ്റീവ് ആണ്, ഡെലിവറി സോൺ. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ? നെക്സ്റ്റ്, ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. ലേബർ റൂമിനകത്തുള്ള സൗകര്യങ്ങളും ആവശ്യകതകളൊക്കെ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. എന്തൊക്കെ ഫെസിലിറ്റീസും എന്തൊക്കെ റിക്വയർമെന്റ്സും ലേബർ റൂമിനകത്തുണ്ട്? ഒന്ന്, നഴ്സിംഗ് സ്റ്റേഷൻ, സൂപ്പർവൈസേഴ്സ് ഓഫീസ്, വെയിറ്റിംഗ് റൂം, scrub areas and washing areas, duty room, toilet facilities, cloth changing area, room designed for the storage of equipment and medicines, sterilizing facilities, clinical areas, child and anti-skill flooring, centrally air conditioner. ഇതൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇവിടെ വരുന്നത്. നല്ലൊരു നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, പിന്നെ സൂപ്പർവൈസേഴ്സിന് മാത്രമായിട്ട് ഓഫീസ് ഉണ്ടായിരിക്കും, വെയിറ്റിംഗ് റൂംസ് ഉണ്ടാകും, സ്ക്രബ് ഏരിയാസ് അല്ലെങ്കിൽ വാഷിംഗ് ഏരിയാസിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ഡ്യൂട്ടി റൂംസുകള്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയാസ്, ആൻഡ് റൂം ഡിസൈൻ ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് മെഡിസിൻസ്. മെഡിസിൻസും എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റൂം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ സ്റ്റെറിലൈസേഷൻ ഫെസിലിറ്റീസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കും. ക്ലിനിക്കൽ ഏരിയാസ് സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാകും. ദെൻ ടൈൽഡ് ആൻഡ് ആന്റി സ്കിപ്പ് ഫ്ലോറിംഗ്. ഇവിടെ എന്താ പറയുന്നത്? ടൈൽഡ് ആൻഡ് ആന്റി സ്കിപ്പ് ഫ്ലോറിംഗ്. എന്താണ് ആന്റി സ്കിപ്പ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്? ആന്റി സ്കിപ്പ് ഫ്ലോറിംഗ് എങ്ങനെയുള്ളതാണത്? സ്കിപ്പ് ആവതല്ലേ, നമ്മള് റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് സ്കിപ്പിംഗ് അല്ലെ. അതായത് തെന്നി വീഴാത്ത തരത്തിലുള്ള ആന്റി സ്കിപ്പ് ഫ്ലോറിംഗുകളായിരിക്കും അങ്ങനെയുള്ള ടൈൽസ്, അതായത് കുറച്ചും കൂടി റഫ് ആയിട്ടുള്ള ടൈൽസുകളായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, സ്കിപ്പ് ചെയ്ത് വീഴാത്ത തരത്തിലുള്ള അങ്ങനെയായിരിക്കും ഫ്ലോറിംഗ് ചെയ്തിരിക്കുക. അത് സ്റ്റാഫുകളുടെയും അതേപോലെ തന്നെ എന്താണ് ഇപ്പൊ ലേബർ പേഷ്യൻസിന്റെ ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഫ്ലോറിംഗ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫുള്ളി എങ്ങനെയായിരിക്കും? സെൻട്രലി എയർ കണ്ടീഷൻ ആയിരിക്കുള്ളൂ ലേബർ റൂമിനകത്ത് വരുന്ന ബാക്കിയുള്ള എല്ലാ ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഫെസിലിറ്റീസ് ആണ്, റിക്വയർമെന്റ്സ് ആണ് എന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. എളുപ്പമല്ലേ? അപ്പൊ ഏതൊക്കെ അതിൽ വരുന്നത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. നഴ്സിംഗ് സ്റ്റേഷൻ, സൂപ്പർവൈസേഴ്സ് റൂം, വെയിറ്റിംഗ് റൂം, സ്ക്രബ് ഏരിയാസ്, ഡ്യൂട്ടി റൂംസ്, then equipments and medicine store rooms, sterilizing facilities, clinical areas rooms, then anti-skip floorings and central air conditioner. Okay അല്ലേ? ഇനി നോക്കുന്നത് ലേബർ റൂം വാർഡ് പ്രോട്ടോകോൾസ് ആണ്. ലേബർ വാർഡ് പ്രോട്ടോകോൾസ് ആണ്. നമുക്കറിയാം ലേബർ റൂം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോളുകൾ ഉണ്ടാവും അല്ലെ, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും പോലും ഇവിടെ ലേബർ റൂമിൽ എന്താണ് കുറച്ചുകൂടി നമ്മൾ സാധാരണ ഡിപ്പാർട്ട്മെന്റ്സിൽ കൊടുക്കുന്ന പോലെ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഇവിടെ നോക്കുന്നത് അല്ലെ. ഒന്നാമത് നമുക്കറിയാം എന്താണ്, ചൈൽഡ് ബർത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് എന്താ ലേബർ റൂം എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ അതിനാൽ തന്നെ എന്താണ്, കുഞ്ഞിന്റെ കൂടി സംരക്ഷണത്തിനും കൂടി ഉതകുന്ന രീതിയിൽ കുറച്ചും കൂടി നല്ലൊരു കെയർഫുൾ മെഷേഴ്സ് ആയിരിക്കും ഇവിടെ സ്വീകരിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള ലേബർ റൂം വാർഡ് പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്ന് മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. The protocols for the labor ward offer explicit instruction for managing ward activities, ensuring the ward operations efficiently, and deliver excellent medical care to pregnant women. The protocols തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്?
നമുക്കറിയാം പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലെ, കുറെ നിർദ്ദേശങ്ങളാണ്. ആ വാർഡിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുണ്ട്. അതാ അവിടുത്തെ ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ മറ്റ് മെഡിസിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രഗ്നന്റ് വുമൻസിന്റെ കൊടുക്കുന്ന നല്ലൊരു കെയർ, ഇതൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാർഡ് പ്രോട്ടോകോൾസുകൾ, നമ്മളിപ്പോ ഹോസ്പിറ്റൽ വാർഡൊക്കെ പഠിച്ചതുപോലെ തന്നെ എന്താണ് ലേബർ റൂമിലും അതിൻ്റെതായിട്ടുള്ള അതിനെ മാനേജ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോട്ടോകോൾസുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, these protocols are in regard to ഈ പ്രോട്ടോകോൾസ് നമ്മൾ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസും പിന്നെ ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് പ്രകാരമുള്ള പ്രോട്ടോകോളുകൾ. ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം. Administration and policies encompass the duties and obligation of administrative and professional responsibilities, criteria for admission, traffic control, ward regulation, disaster management, etc. ആദ്യത്തെ വാർഡ് പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ആണ് ഇതിൽ വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒബ്ലിഗേഷൻസും പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണ് എന്തിൽ വരുന്നത്, ഫസ്റ്റ് പ്രോട്ടോകോൾസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? അഡ്മിഷൻ ക്രൈറ്റീരിയയുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾസുകൾ, അതേപോലെ തന്നെ ട്രാഫിക് കൺട്രോൾ, അതായത് പേഷ്യൻസിന്റെ ഓവർഫ്ലോ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള പ്രോട്ടോകോൾസുകൾ. പിന്നെന്താണ്? വാർഡ് റെഗുലേഷൻസ്, അതായത് ലേബർ വാർഡിനകത്ത് പാലിക്കേണ്ട കുറെ തരം റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. പിന്നെ എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരം സിറ്റുവേഷൻ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഒക്കെ വന്നാൽ അത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോട്ടോകോൾസിൽ, അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രൊഫഷണൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, പേഷ്യൻസിന്റെ ഓവർ കൺട്രോൾ, ഈ ഓവർഫ്ലോയുമായി ബന്ധപ്പെട്ട ട്രാഫിക് നിയന്ത്രണങ്ങളെ കുറിച്ചിട്ട്, പിന്നെ എന്താണ് വാർഡ് റെഗുലേഷൻസിനെ കുറിച്ചിട്ട്, ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളുള്ള പ്രോട്ടോകോൾസുകളാണ് ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് പ്രോട്ടോകോൾ എന്താണ്? ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് ആണ്. ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് അതിന് മെഡിക്കൽ ശുപാർശകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. cover inpatient care, management of labor, postpartum care and newborn care, etc. ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസിൽ വരുന്ന പ്രോട്ടോകോൾസ് ഏതൊക്കെയുമായി ബന്ധപ്പെട്ടതാണ്? ഇൻപേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ടത്, മാനേജ്മെന്റ് ഓഫ് ലേബർ, ലേബർ പേഷ്യന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പോസ്റ്റ്പാർട്ടം കെയറും അതേപോലെ തന്നെ എന്താണ് ന്യൂബോൺ കെയർസുമാണ് എന്തിൽ വരുന്നത്? സെക്കൻഡ് പ്രോട്ടോകോൾസിൽ, അതായത് ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസിൽ ഉൾപ്പെടുത്തും. ഓക്കെ, മനസ്സിലായോ? പ്രോട്ടോകോൾസ് രണ്ട് രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും, രണ്ടാമത്തെ എന്താണ് ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസിൽ വരുന്നത്. അപ്പൊ രണ്ടിൽ വരുന്ന ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക കേട്ടോ. ഒന്ന് അഡ്മിഷന്റെ ക്രൈറ്റീരിയ മുതൽ ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരെ അണ്ടർലൈൻ ചെയ്യാം. ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇൻപേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്പാർട്ടം കെയർ ആൻഡ് ന്യൂബോൺ കെയർ, എക്സെട്ര. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? പിന്നെ എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നേ? Okay. Next one, labor table. Labor table is one of the crucial tools and equipment used in the delivery room. പ്രോട്ടോകോൾസിൽ തന്നെ ഉൾപ്പെടുന്ന മറ്റൊരു കാര്യമാണ് എന്താ? ലേബർ ടേബിളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ലേബർ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ലേബർ ഡെലിവറി പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് എക്യുപ്മെന്റ്സുകൾ അടങ്ങിയതാണ് ലേബർ ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ലേബർ റൂമിൽ ഏറ്റവും വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾസ് ആയിട്ടുള്ളത് എന്താണ്? ലേബർ ടേബിൾ ആണ്.
അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് ലേബർ ടേബിളിനകത്ത്? റേഡിയന്റ് വാർമർ, സ്റ്റെറിലൈസേഴ്സ്, ഫോർച്ചൽ ഡോക്ടർ, ഫോർച്ചൽ ടോക്കോകാർഡിയോഗ്രാഫ്. ഓക്കെ, നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. റേഡിയന്റ് വാർമർ. എന്താണ് റേഡിയന്റ് വാർമർ? എന്തിനു വേണ്ടിയാണ് റേഡിയന്റ് വാർമർ നമുക്ക് ഉപയോഗിക്കുന്നത്? റേഡിയന്റ് വാർമർ എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂബോൺ ബേബീസിന് എന്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് റേഡിയന്റ് വാർമർ ഉപയോഗിക്കുന്നത്? പ്രൊവൈഡാണ് ആർട്ടിഫിഷ്യൽ എന്താണ്? ടെമ്പറേച്ചർ ആണോ? യെസ്, വെരി ഗുഡ് അല്ലെ. ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ടെമ്പറേച്ചർ നിലനിർത്തുന്നത്. നമ്മൾ കുഞ്ഞിനെ ചൂടിലിടാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നിങ്ങള്? ചൂടിലിടാന്ന് പ്രൊവൈഡ് ആൻ ആർട്ടിഫിഷ്യൽ സപ്പോർട്ട് കീപ് ദ ബോഡി ടെമ്പറേച്ചർ അല്ലെ. അതായത് ചില അതിന്റെ പിക്ചർ ഇതിൽ കണ്ടിട്ടുണ്ടാവല്ലോ. പിക്ചർ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ നോക്കണേ. കാണാമോ? നമ്മുടെ കുഞ്ഞിന് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് റേഡിയന്റ് വാർമേഴ്സ് ഉപയോഗിക്കുന്നത് കേട്ടോ. കുഞ്ഞിനെ അവിടെ കെടുത്തിരിക്കുന്നുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. NICU ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ലേബർ ടേബിളും ലേബർ റൂമിനകത്തും ഇത് ഉണ്ടായിരിക്കും. സ്റ്റെറിലൈസേഴ്സ് അല്ലെ. സ്റ്റെറിലൈസിംഗ് പ്രൊസീജിയേഴ്സിന് ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഴ്സ് ഉണ്ടായിരിക്കും. ഫോർച്ചൽ ഡോപ്ലർ, ഫോർച്ചൽ ടോക്കോകാർഡിയോഗ്രാഫ്. എന്താണ് ഫോർച്ചൽ ഡോപ്ലർ എന്ന് പറയുന്നത്? ഫോർച്ചൽ ഡോപ്ലർ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോർച്ചൽ ഡോപ്ലർ എന്തിനു വേണ്ടിയിട്ടാണ് ഫോർച്ചൽ ഡോപ്ലർ ഉപയോഗിക്കുന്നത്? ഗർഭകാലത്തും ആ പീരീഡിലും എന്തിനു വേണ്ടിയിട്ടാണ്? പ്രസവ സമയത്തും ഗർഭപിണ്ഡത്തിന്റെ അല്ലെ ഫോർച്ചൽ ഗർഭപിണ്ഡത്തിന്റെ ഹൃദയമെടുപ്പും അതേപോലെ തന്നെ നമ്മുടെ ഗർഭാശയ സങ്കോച കൺട്രാക്ഷൻസ് ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്താ? പ്രോബ്ലം അല്ല. നമ്മുടെ ഫോർച്ചൽ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത് ഗർഭസമയത്തും അല്ലെങ്കിൽ നമ്മുടെ ഫോർച്ചൽ അല്ലെങ്കിൽ എന്താണ് ആ ഗർഭപിണ്ഡത്തിന്റെ ഹൃദയമെടുപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൃദയമെടുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ഫോർച്ചൽ ഡോപ്ലർ എന്ന് പറയുന്നത്. അപ്പൊ ഫോർച്ചൽ ടോക്കോകാർഡിയോഗ്രാഫ് എന്തായിരിക്കും? കാർഡിയോഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫോർച്ചൽ ടോക്കോകാർഡിയോഗ്രാഫ് എന്തായിരിക്കും? ഹൃദയമെടുപ്പിന്റെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അല്ലെ. അതായത് മോണിറ്റർ ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ്. ആ ഹൃദയത്തിന്റെ അളവ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഫോർച്ചൽ ടോക്കോകാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേത് എന്താണ്? ഫോർച്ചൽ ഡോപ്ലർ ഉപയോഗിച്ച് നമ്മൾ ഗർഭാശയത്തിന്റെ കൺട്രാക്ഷൻസ് ഒക്കെ നോക്കാനും അതോടൊപ്പം തന്നെ എന്താണ് ഒരേപോലെ തന്നെ ഹൃദയമിടിപ്പും നോക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫോർച്ചൽ ടോക്കോഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹാർട്ട് റേറ്റ് മാത്രമാണ് അവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, മോണിറ്റർ ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ്. ഓക്കെ, അതൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഫോർച്ചൽ ടോക്കോകാർഡിയോഗ്രാഫിന്റെ നേരെ എഴുതാം. മോണിറ്റർ ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ് നേരെ എഴുതി വെച്ചോളൂ. Monitor the fetal heart rate. ഡോക്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പ്രഗ്നൻസി ടൈമില് നമ്മളെ ട്യൂബിലൂടെ ഇങ്ങനെ ഒരു കണ്ടിട്ടുണ്ടാവില്ലേ? പേരെന്തായാലും ഷേപ്പ് ഞാൻ പറഞ്ഞു. നമ്മുടെ വയറിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ജെല്ല് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അത് മോണിറ്ററിൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ബീറ്റ്സ്.
മനസ്സിലായതാ? ചെറിയൊരു ഡിവൈസ് ആണ്. സൗണ്ട് കേൾക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, എന്താണ് ചോദിച്ചത്? ഫോർത്ത് ടോക്കോകാർഡിയോഗ്രാഫ് ആണോ? ടോക്കോകാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മോണിറ്റർ ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ്. മോണിറ്റർ ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർത്ത് ടോക്കോകാർഡിയോഗ്രാഫ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്പെല്ലിങ്ങോ? സ്പെല്ലിംഗ് ഇതേ കിടക്കുന്നു ഇവിടെ. ഫോർത്ത് ടോക്കോകാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടല്ലോ, കണ്ടില്ലേ ഇത്? യെസ്. ഇതെല്ലാം എന്താണ്? നമ്മുടെ ലേബർ ടേബിളിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസുകളാണ് കേട്ടോ. ടൂൾസുകളുടെ പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. Then these tools and accessories need to be cleaned, set aside and dried after each use. All labor room equipment must be in good functioning order and be prepared for usage according to staff. ഇനി ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഓരോ പ്രാവശ്യം ഉപയോഗത്തിന് ശേഷം കൃത്യമായിട്ട് ഇത് ക്ലീൻ ചെയ്യണം അല്ലെ. ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഇത് പ്ലേസ് ചെയ്ത് വെക്കേണ്ടത്. മാത്രമല്ല എല്ലാ എക്യുപ്മെന്റ്സുകളും, അതായത് റേഡിയൻ മാർമർ മുതൽ ടോക്കോകാർഡിയോഗ്രാഫ് വരെയുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും തന്നെ എങ്ങനെയായിരിക്കണം? ഗുഡ് ഫംഗ്ഷനിങ് ആയിരിക്കണം. അതായത് നമുക്ക് ഏത് സമയത്ത് എപ്പോ വേണമെങ്കിലും ഏത് എമർജൻസി സിറ്റുവേഷൻസിലാണെങ്കിലും എന്താണ് നമുക്ക് സ്റ്റാഫുകൾക്ക് എത്രയും പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഗുഡ് ഫംഗ്ഷനിങ് ആയിരിക്കണം ഈ എല്ലാ എക്യുപ്മെന്റ്സുകളും ഇരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഉപയോഗിച്ചതിന് ശേഷം എല്ലാ എക്യുപ്മെന്റ്സുകളും കൃത്യമായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം ഡ്രൈ ആയിട്ട് പ്ലേസ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? എല്ലാ മെറ്റീരിയൽ, എല്ലാ എക്യുപ്മെന്റ്സുകളും നിരന്തരമായിട്ട് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഉടനടി തന്നെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഇന്റർവെൽസിൽ അത് പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും ഡാമേജസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി തന്നെ റിപ്പയർ ചെയ്ത് വെക്കേണ്ടതാണ്. ഏത് സമയത്തും ഗുഡ് ഫംഗ്ഷനിങ്ങോടെ തന്നെ ഈ ഉപകരണങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് പ്രോട്ടോകോൾസിന്റെ ഭാഗമായിട്ട് നിർബന്ധമാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? Next one, measures to maintain safety. Measures to maintain safety. ലേബർ റൂമിൽ നമ്മൾ സേഫ്റ്റി നിയന്ത്രിക്കുന്നതിനാൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ മെഷേഴ്സ് ആണ് സ്വീകരിക്കേണ്ടത് ഒന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. എല്ലാ മെഡിക്കൽ സ്റ്റാഫുകൾ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്ന എല്ലാത്തരം മെഡിക്കൽ സേഫ്റ്റി പ്രൊസീജിയർ, സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം പ്രൊസീജിയേഴ്സുകളും എല്ലാ സ്റ്റാഫുകളും ഫോളോ ചെയ്യേണ്ടതാണ്. എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും നിർബന്ധമായിട്ടും ആ സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സുകൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, then periodic in-service and training session on infection control to be held. Periodic in-service and training session on infection control to be held. എന്താണ് പീരിയോഡിക് ഇൻ സർവീസ് ട്രെയിനിങ് എന്ന് പറയുന്നത്? പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് അല്ലെ, ഇൻഫെക്ഷൻ അണുബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്ക് നമ്മൾ എന്താണ് നിരന്തരമായിട്ടൊരു അവിടെ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് കൃത്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് സർവീസ് ട്രെയിനിങ് സെഷൻസ് ഉൾപ്പെടുത്തുക. ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അണുബാധ നിയന്ത്രിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അത് എങ്ങനെ നിയന്ത്രിക്കണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് അവർക്ക് പരിശീലനം നൽകുക. ഓക്കെ, പീരിയോഡിക് ആയിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ സെഷൻസ് കണ്ടക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സുകൾ കൊടുക്കുക. Then the clothing on we should sanitary and clean. സ്റ്റാഫുകൾ വെയർ ചെയ്യേണ്ടിരിക്കുന്ന ക്ലോത്ത് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? സ്റ്റാഫുകൾ വെയർ ചെയ്യേണ്ട ക്ലോത്ത്സ് എങ്ങനെയുള്ളതായിരിക്കണം? സാനിറ്ററി ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം, ക്ലോത്ത്സ് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. നിർബന്ധമായിട്ടും എന്ത് ധരിച്ചിട്ടുണ്ടായിരിക്കണം? PP has to be accessible.
PPE എന്താണ് സൂചിപ്പിക്കുന്നത്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം അല്ലെ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കുക. Then training for employees on general and particular practices. Training for employees on general and particular practices. എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്? സോറി, ആ പോയിന്റിൽ പറയുന്നത് എന്താണ്? ട്രെയിനിങ് ഫോർ എംപ്ലോയീസ്. എംപ്ലോയീസിന് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ട്രെയിനിങ്സ് ആണ് കൊടുക്കണമെന്ന് പറയുന്നത്? ജനറൽ ആൻഡ് പർട്ടിക്കുലർ പ്രാക്ടീസസ്. എന്താണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്? ജനറൽ ആൻഡ് പർട്ടിക്കുലർ പ്രാക്ടീസസ് എന്ന് പറയുന്നത് അതായത് പ്രത്യേകമായ രീതിയിൽ അല്ലെ, പെർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് പരിശീലനങ്ങൾ നൽകുക അല്ലെ, പ്രത്യേകമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ, അതായത് പെട്ടെന്നൊക്കെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഒക്കെ വന്നാൽ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. Then infection patients should be admitted in accordance with the hospital protocols. Infection patients should be admitted in accordance with the hospital protocols. Infected ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മള് സാധാരണ നോർമൽ പേഷ്യൻസിന്റെ കൂടെയാണോ അഡ്മിറ്റ് ചെയ്യുന്നത്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മള് അല്ല, എങ്ങനെയാണ് ചെയ്യുന്നത്? സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശത്തായിരിക്കും, ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂംസിലായിരിക്കും അവരെ നമ്മൾ പ്രവേശിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് വരുന്നതെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് മാത്രമല്ല, ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ ഉണ്ട് പ്രത്യേകിച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം വരാത്ത രീതിയിലായിരിക്കണം ഇൻഫെക്റ്റഡ് പേഷ്യൻസിനെ. നമ്മളിപ്പോ നിപ്പയും കൊറോണയൊക്കെ വന്ന സമയത്ത് അങ്ങനെയായിരുന്നു. ഇപ്പൊ പ്രഗ്നന്റ് ലേഡീസിനാണെങ്കിൽ കൂടി എന്താണ്, അവർ ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂംസിലാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലുള്ള പ്രോട്ടോകോൾസ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കണം ഇൻഫെക്റ്റഡ് പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം മെഷേഴ്സുകൾ നമ്മൾ സ്വീകരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? Yes. Then all fitting clothes, tools and waste needed to be treated as contaminated and handled carefully. All fitting clothing, tools and waste needed to be treated as contaminated and handled carefully. ഇവിടെ ഫിറ്റിംഗ് ക്ലോത്തിങ് ടൂൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമുക്കറിയാം. ഓൾറെഡി വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അല്ലെ, എന്തായാലും അത് കണ്ടാമിനേറ്റ് അല്ലെങ്കിൽ മലിനമാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. എല്ലാത്തരം ഫിറ്റിംഗ് ടൂൾസുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് വെയർ ചെയ്യണം. മാത്രമല്ല വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം വേസ്റ്റ് മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം എന്താണ്, നമ്മളിപ്പോ PPE വെയർ ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ അത് എടുക്കുകയാണെങ്കിൽ ആ വേസ്റ്റുമായി സമ്പർക്കം വരികയാണെങ്കിൽ എന്താണ്, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാനായിട്ടുള്ള കാരണമായേക്കാം. ഓക്കെ, അപ്പൊ എല്ലാത്തരം ഫിറ്റിംഗ് കോഴ്സുകളും അണിയും ഉപയോഗിക്കുകയും വേണം. അതോടൊപ്പം തന്നെ എന്താണ്, പ്രത്യേകിച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ കൈകാര്യം ചെയ്ത സമയത്ത് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ. Then instruments and other supplies are cleaned, sterilized and processed. Instruments and other supplies are cleaned, sterilized and processed. ഉപയോഗിച്ച എല്ലാത്തരം ഉപകരണങ്ങളും അല്ലെങ്കിൽ സപ്ലൈസസ് നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ അത് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അതായത് ഉപയോഗിച്ച രീതി നമ്മൾ നേരത്തെ ടേബിളിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഉപയോഗിച്ചതിന് ശേഷം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ വേണം. ഡ്രൈ ആയിട്ടൊരു പ്ലേസിൽ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യാൻ വേണം. എങ്കിൽ മാത്രമേ അതിനെ പിന്നെ നമുക്ക് പിന്നെ ഒരു നെക്സ്റ്റ് ഒരു ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അത് ഉപയോഗിക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ അതിനെ സ്റ്റെറൈൽ ചെയ്തിട്ടുള്ള ഒരു എക്യുപ്മെന്റ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഏതുതരം ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും കൃത്യമായിട്ട് അതിനെ ക്ലീൻ ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, then patient should be provided with sterile drops. Patient should be provided with sterile drops. Patientsന് നമ്മൾ എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാൻ കൊടുക്കേണ്ടത്? പേഷ്യൻസിന് നമ്മൾ എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാൻ കൊടുക്കേണ്ടത്? എങ്ങനെയുള്ള റോപ്സ് ആണ്? സ്റ്റീറൈൽ റോപ്സുകൾ. അതെ,
എന്താണ് ഇവിടെ പറയുന്നത്? അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം പേഷ്യൻസിന് നമ്മൾ വെയർ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. സ്റ്റിറൈൽ ക്ലോത്ത്സ് എന്ന് പറയുന്നത് അണുവിമുക്തമായിട്ടുള്ള വസ്ത്രധാരണമാണ് കേട്ടോ, വസ്ത്രങ്ങളാണ്. Then an evaluation of an employee's health is crucial. An evaluation of an employee's health is crucial. എന്തുകൊണ്ടാണ് ഈ ലാസ്റ്റ് പോയിന്റിൽ ഇങ്ങനെ പറയുന്നത്? An evaluation of an employee's health is crucial. ഒരു ജീവനക്കാരന്റെ ആരോഗ്യം വിലയിരുത്തുന്നത് നിർണായകമാണെന്ന് പറയാൻ കാരണം എന്താ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കറിയാം അല്ലെ, ഹോസ്പിറ്റൽ സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം സേഫ്റ്റി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്കൊന്നും പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റഡ് അല്ല അല്ലെ. എത്രത്തോളം വെക്കേഷൻസ് എടുത്തു കഴിഞ്ഞാലും ഹെൽത്ത് സെറ്റിംഗ്സിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സിറ്റുവേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ നമുക്ക് ഒരു പ്രിഡിക്ഷനും പറയാൻ സാധിക്കില്ല അല്ലെ. എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എത്ര തരം സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ സ്വീകരിച്ചാലും ഈ ലാസ്റ്റ് പോയിന്റിൽ ഇങ്ങനെ പറയുന്ന ഒരു ജീവനക്കാരന്റെ ആരോഗ്യനില അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം വിലയിരുത്തുന്നത് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മള് കൊറോണ വന്ന സമയത്തൊക്കെ എത്രയോ ആൾക്കാർ വളരെ പ്രിക്കോഷൻസ് എടുത്തിരുന്നു അല്ലെ. കൊറോണ വന്ന സമയത്ത് നമുക്കറിയാം അല്ലെ, കംപ്ലീറ്റ് എല്ലാത്തരം ഫെസിലിറ്റി എല്ലാത്തരം സേഫ്റ്റി മെഷേഴ്സ് സ്വീകരിച്ചിട്ടും പല ആൾക്കാർക്കും മരണം സംഭവിച്ചില്ലേ? എത്രയോ പേര് മരിച്ചു. ഇപ്പൊ വന്ന കാലഘട്ടത്താണെങ്കിലും എന്താണ് ഒരുപാട് പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവരും എല്ലാം തന്നെ എന്താണ് എല്ലാ സേഫ്റ്റി മെഷേഴ്സ് എടുത്തവരാണെങ്കിൽ കൂടി എന്താണ് ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് ആയതല്ലെങ്കിൽ ഇത്തരം അസുഖങ്ങളുടെ കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന ഈ ഒരു അസുഖം മാത്രമല്ല ഏതൊരു അസുഖമാണെങ്കിലും അത് ഏത് രീതിയിൽ സ്പ്രെഡ് ആവും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് ഒരു ജീവനക്കാരൻ പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ ഒരു ജീവനക്കാരന്റെ ആരോഗ്യം വിലയിരുത്തുക എന്ന് പറയുന്നത് ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആ ലാസ്റ്റ് മോഡൽ അങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞ എന്താണ് മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്വീകരിക്കേണ്ട മെഷേഴ്സ് എന്തൊക്കെയാണ് സ്റ്റാഫുകൾ? ഒന്ന്, എല്ലാത്തരം സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സുകളും എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും പാലിക്കുക. പിന്നെ എന്താണ്, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്ക് നമ്മൾ എന്താണ് പീരിയോഡിക് ആയിട്ട് പരിശീലനങ്ങൾ കൊടുക്കുക. പിന്നെ സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത ക്ലോത്തിങ് ആയിരിക്കണം അവർ വെയർ ചെയ്യേണ്ടത്. നിർബന്ധമായിട്ടും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുക. പിന്നെ എന്താണ്, എംപ്ലോയീസിന് നമ്മൾ ജനറൽ ആയിട്ട് പെർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയിൽ പ്രാക്ടീസസുകൾ കൊടുക്കുക. അതായത് പ്രത്യേകമായിട്ടുള്ള രീതിയിൽ എംപ്ലോയീസിന് നമ്മൾ പ്രാക്ടീസ് കൊടുക്കുക, പരിശീലനം നൽകുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒന്ന് എന്താണ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം ഇൻഫെക്റ്റഡ് പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വേസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എല്ലാത്തരം ഫിറ്റിംഗ് ക്ലോത്ത്സുകൾ ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ ആ വേസ്റ്റ് ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിട്ടായിരിക്കണം അത്തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുന്നത്. ഇനി ഇൻ കേസ് ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗത്തിന് ശേഷം കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയതിനു ശേഷം മാത്രം പിന്നീട് അത് ഉപയോഗിക്കുക. ഇനി അവിടെയുള്ള പേഷ്യൻസ് നമ്മൾ നിർബന്ധമായിട്ടും ധരിക്കാൻ കൊടുക്കുന്നത് സ്റ്റിറൈൽ ആയിട്ടുള്ള റോപ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കും പേഷ്യൻസിന് ധരിക്കാനായിട്ട് കൊടുക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ എന്താണ് ഇവിടെ പറയുന്നത്, ഒരു ജീവനക്കാരന്റെ ആരോഗ്യം വിലയിരുത്തുന്നത് വളരെയധികം ക്രൂഷ്യൽ ആണെന്ന രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നാലും നിങ്ങൾക്ക് പഠിക്കാതെ തന്നെ ക്ലാസ് കേട്ടെന്ന് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? ഇതിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാല് കണ്ടാ മനസ്സിലാവുന്ന തരത്തിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൻസേഴ്സുകളാണ് ഇങ്ങനെയുള്ളതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. എന്തൊക്കെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ് ലേബർ റൂമിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഹാൻഡ് വാഷിംഗ്, പ്രൊട്ടക്റ്റീവ് wear protective clothing, proper disposal of biomedical waste, proper handling of sharp objects, sterilization and disinfecting of the item used, processing of used equipment, sustaining a clean and aseptic environment. Okay, എന്തൊക്കെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ് പറയുന്നത്? പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷിംഗ് അല്ലേ, നല്ല രീതിയിലുള്ള കൈ ശുചിത്വം പാലിക്കുക, കൃത്യമായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക, ദെൻ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്ങൾ വെയർ ചെയ്യണം, ദെൻ ബയോമെഡിക്കൽ വേസ്റ്റ്. നിങ്ങൾ ബയോമെഡിക്കൽ വേസ്റ്റ് ചാപ്റ്റർ പഠിച്ചോ?
പഠിച്ചായിരുന്നോ? ബയോമെഡിക്കൽ വേസ്റ്റ് എടുത്തിട്ടില്ല. ഓക്കെ, യെസ്. ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മള് പ്രോപ്പർ ആയിട്ട് അത് ഡിസ്പോസ് ചെയ്യാൻ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതിൽ എങ്ങനെയാണ് ഇത് ഡിസ്പോസ് ചെയ്യേണ്ട പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ബയോമെഡിക്കൽ വേസ്റ്റ്സുകൾ നമ്മൾ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസൽ പ്രൊസീജിയർ ഉപയോഗിച്ച് മാത്രമായിരിക്കണം നീക്കം ചെയ്യുന്നത്. നമ്മൾ സാധാരണ വേസ്റ്റുകൾ കളയുന്നത് പോലെയല്ല ബയോമെഡിക്കൽ വേസ്റ്റ്സുകൾ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സിൽ കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്. പിന്നെന്താണ്? പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സുകൾ, അല്ലെ? മൂർച്ചയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ മൂർച്ചയുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, പ്രത്യേകിച്ച് ഇത്തരം ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ പഞ്ചറുഡ് റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ബാഗിലായിരിക്കും നമ്മൾ ഇത് ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ചെറിയ തരത്തില് ഗ്ലാസ് പീസ് ആവാം, സിറഞ്ച്, നീഡിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്ലേഡ്, അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ പീസസുകളോ അങ്ങനെ മുറിയാൻ സാധ്യതയുള്ള, ഇഞ്ചേർഡ് ആവാൻ സാധ്യതയുള്ള മെറ്റീരിയൽസുകളാണെങ്കിൽ നമ്മൾ വളരെ പ്രോപ്പർ ആയിട്ട് അത്രയും കെയർഫുള്ളോട് കൂടി ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് ഓഫ് ഐറ്റം യൂസ്ഡ്. നമ്മൾ ഏത് തരം ഐറ്റംസ് ആണ്, ഏത് ഇൻസ്ട്രുമെന്റ്സ് ആണോ യൂസ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ഇൻഫെക്ട് വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഏത് തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം, നമ്മള് സ്റ്റെറിലൈസ് ചെയ്തതിനെ അണുവിമുക്തമാക്കിയിട്ടായിരിക്കണം നമ്മൾ അത് പിന്നീട് ഉപയോഗിക്കേണ്ടത്. Then processing of used equipment. ഇത് ഈ പോയിന്റുമായിട്ട് കണക്ട് ആണ് അല്ലെ? പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്വിപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയുള്ള എക്വിപ്മെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലീൻഡ് ആയിട്ടുള്ള സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള എക്വിപ്മെന്റ്സിലായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. Then sustaining a clean and septic environment. Sustaining a ക്ലീൻ ആൻഡ് അസെപ്റ്റിക് എൻവയോൺമെന്റ്. എങ്ങനെയൊരു എൻവയോൺമെന്റ് ആണ് നമ്മൾ ലേബർ റൂമിൽ നിലനിർത്തേണ്ടത്? എങ്ങനെയുള്ളതാണ്? സെപ്റ്റിക് എൻവയോൺമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള എൻവയോൺമെന്റ് ആണത്? അണുവിമുക്തമായ, അല്ലെ, ജേൺ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിലനിർത്തുക, അല്ലെ? ജേൺ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അതായത് അണുവിമുക്തമായിട്ടുള്ള ഒരു പരിസ്ഥിതി നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലൊരു പ്രിക്കോഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ് ലേബർ റൂമിലുള്ളത്? ഹാൻഡ് വാഷിംഗ്, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്, പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ്, sterilization and disinfecting to the items used, and processing of used equipment, and sustaining in a clean and aseptic environment. Okay, clear ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? ശരി, നെക്സ്റ്റ് ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. Some of the general rules for cleaning. ഈ ലേബർ റൂമിനകത്ത് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്ത് അവിടെ അണുവിമുക്തമാക്കുന്നത്, ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എനി എക്വിപ്മെന്റ് brought into the labor room from outside must be wiped and cleaned. Any equipment brought into the labor room from outside must be wiped and cleaned. ഇനി ലേബർ റൂമിനകത്തേക്ക് കൊണ്ടുവരുന്ന അല്ലെ ഔട്ട്സൈഡിൽ നിന്ന് കൊണ്ടുവരുന്ന ഏതൊരു ഉപകരണം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ഏതൊരു ഉപകരണം നമ്മൾ കൃത്യമായ രീതിയിൽ വൈപ്പ് ചെയ്യാൻ, നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിനെ തുടച്ചിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ക്ലീൻ ചെയ്തിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത് പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ഏത് തരം ഉപകരണങ്ങളായാലും. ഓക്കെ, യെസ്. Then have a adequate cleaning sequences. Have a adequate cleaning sequences. നമ്മൾ ലേബർ റൂമിന്റെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രദേശത്ത് കണ്ടിട്ടില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാഫുകൾ, ക്ലീനിങ് സ്റ്റാഫുകൾ ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഇടവേളകൾ, അതായത് മതിയായ ക്രമമായിട്ടുള്ള ഇടവേളകൾ അതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്താണ്, മോപ്പിംഗ് ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ച് എപ്പോഴും അവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് അവിടെ യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻസും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, അല്ലെ? ഓക്കെ, അവൻ ആഡിക്വേറ്റ് ക്ലീനിങ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മതിയായ രീതിയിലുള്ള ശുചീകരണ ക്രമം ഉണ്ടായിരിക്കണം.
ആഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു ശുചീകരണ ക്രമം എവിടെ ഉണ്ടായിരിക്കണം? ലേബർ റൂമിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. Then damaged equipment should be repaired or replaced. Damaged equipment should be repaired or replaced. Damaged ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അപ്പൊ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വസ്തുക്കളാണെങ്കിൽ എന്താണ് അതിനെ നീക്കം ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റാത്തവയാണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുക, അല്ലാതെ എന്താണ് നന്നാക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം നമ്മൾ റിപ്പയർ ചെയ്യുക. ഓക്കെ, ഡാമേജ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നും തന്നെ അതിനകത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ നന്നാക്കുകയോ അതിനെ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യും. ഇനി ഇവിടെ ഒരു പോയിന്റിൽ ഒരു കറക്ഷൻ ഉണ്ട്. ഫോർത്ത് പോയിന്റ് ഒന്ന് നോക്കി. 1 2 3 4 ഫോർത്ത് പോയിന്റ് കണ്ടോ? ഇവിടെ ടീച്ചർ വായിക്കുന്ന പോലെയാണോ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതെന്നൊന്ന് നോക്കണേ. ഓക്കെ, item soiled with blood, body fluid should be cleaned immediately. അങ്ങനെയാണോ കിടക്കുന്നത്? ഒന്ന് കറക്റ്റ് ചെയ്യട്ടോ, കറക്റ്റ് ചെയ്യാം. എഴുതിയെടുത്തോളൂ. ആ പോയിന്റ് അവിടെ വെട്ടിയിട്ട് വെട്ടണ്ട, ഞാൻ പറയുന്ന പോയിന്റ്സ് ആഡ് ചെയ്താൽ മതി. ഐറ്റംസ് കഴിഞ്ഞിട്ട് സ്റ്റെയിൻഡ് എന്നുള്ളത് വെട്ടാം. സ്റ്റെയിൻഡ് എന്നുള്ളത് വെട്ടിയിട്ട് അവിടെ സോയിൽഡ് എന്നാക്കാം. SOILED, മലിനമായ, സോയിൽഡ്, SOILED. ഐറ്റം സോളിഡ് വിത്ത് ബ്ലഡ് എന്നുള്ളത് അവിടെ ഉണ്ട്, ബോഡി എന്നുള്ളതുണ്ട്. പിന്നെ എന്താണ് കറക്റ്റ് ചെയ്യുന്നത്? ഇവിടെ ഫൈൻസ് എന്നാണ്, അവിടെ എന്താക്കണം? ഫ്ലൂയിഡ് എന്നാക്കാം കേട്ടോ. ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ് എന്നാക്കാം. ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ് എന്നാക്കാം. ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ് ഷുഡ് ബി അവിടെ വരെ കറക്റ്റ് ആണ്. ഷുഡ് ബി എന്ത് ചെയ്യണം? നോട്ട് ഇൻസ്റ്റന്റ്ലി എന്നുള്ളത് വെട്ടാം. നോട്ട് ഇൻസ്റ്റന്റ്ലി എന്നുള്ളത് വെട്ടിയിട്ട് അവിടെ എന്ത് ചെയ്യണം? should be cleaned immediately. ടീച്ചർ ആ സെന്റൻസ് ഒന്നുകൂടി വായിക്കാം, ഒന്ന് ശ്രദ്ധിച്ചേ. ഐറ്റം soiled with blood or body fluid should be cleaned immediately. കറക്റ്റ് ആണോ? കറക്റ്റ് ചെയ്തോ? എല്ലാവരും കറക്റ്റ് ചെയ്തല്ലോ? യെസ്. അതിൽ എന്താ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് എന്താ പറയുന്നത്? SOILED. ഈ പോയിന്റിൽ എന്താ? ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ കൊണ്ട് അത് അത്തരം സന്ദർഭങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് അതിന് പ്രദേശത്തെ ഏരിയയിലൊക്കെ വീടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മളത് എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യുക. ബോഡി കഴിഞ്ഞ സ്പെല്ലിങ്ങോ? ഫ്ലൂയിഡ്, FLUID, ഫ്ലൂയിഡ്സ്, ശരീരദ്രവങ്ങൾ കേട്ടോ. FLUID, ഫ്ലൂയിഡ്. രക്തമോ ശരീരദ്രവമോ മൂലമുണ്ടാകുന്ന വേസ്റ്റ് ഒക്കെ താഴെ വീഴുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ഇൻസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മളത് ക്ലീൻ ചെയ്യാറ് കേട്ടോ. ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ. Always use approved mopping techniques. നമ്മളിവിടെ പഠിക്കുന്ന എന്താണ്? ലേബർ റൂമുമായി ബന്ധപ്പെട്ട ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ആണ്, അല്ലെങ്കിൽ അണുവിമുക്തമാക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്ന പോയിന്റ് എന്താണ്? ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ്. വാട്ട് ഈസ് മോപ്പിംഗ് ടെക്നിക്സ്? നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ ഇപ്പൊ ഒരു 3 ബക്കറ്റ്സ്, ട്രിപ്പിൾ ബക്കറ്റ്സ് ഒക്കെ ആയിട്ട് കണ്ടിട്ടില്ലേ നമ്മൾ? അതിൽ ഒരെണ്ണത്തില് വെള്ളം ഉണ്ടായിരിക്കും, ഒരെണ്ണത്തില് ഡിറ്റർജന്റ് ഉണ്ടായിരിക്കും, ഒരെണ്ണത്തിൽ എന്താണ് നമ്മൾ അത് കീപ്പ് ചെയ്യുന്ന തുണി ഉണ്ടായിരിക്കും, അല്ലെ, ക്ലോത്ത് ഉണ്ടായിരിക്കും. ഒരു ട്രിപ്പിൾ ബക്കറ്റ്സ് കണ്ടിട്ടുണ്ട്. ഡബിൾ ആണെങ്കിൽ ട്രിപ്പിൾ ആയിരിക്കുള്ള ബക്കറ്റ്സ്. അതായത് നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാവും. കാണിച്ചു തരാം. കാണാത്തവരുണ്ടാവും, കാണിച്ചു കൊടുക്കാം കേട്ടോ.
കാണുന്നുണ്ടോ? കണ്ടോ? ഇതാണ് മോപ്പിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതില് ഒരെണ്ണത്തിൽ എന്തായിരിക്കും? ഒരെണ്ണത്തിൽ നമ്മുടെ ഡിറ്റർജൻസോ സൊല്യൂഷൻസ് ആയിരിക്കും, പിന്നെ ഒരെണ്ണത്തിൽ വാട്ടർ ആയിരിക്കും, പിന്നെന്താണ് അതൊന്ന് നമ്മൾ റിൻസ് ചെയ്തിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ടായിട്ട് ഉപയോഗിക്കുന്ന അതിന്റെ ബ്രഷസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഓരോ വാർഡിന്റെ ഒക്കെ ആ പ്ലേസിലൊക്കെ ഓരോ ഏരിയാസിൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് കൊണ്ടു നടക്കുന്നത് കാണാൻ പറ്റും. ക്ലീനിങ് സ്റ്റാഫുകൾ കണ്ട, അതിന്റെ താഴെ ഒരു വീലുണ്ട്, ആ വീലിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഏത് ഭാഗത്തും കൊണ്ടുപോയി നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇത് ഓരോ ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റീസ് അനുസരിച്ച് ഇതിൽ വ്യത്യാസമൊക്കെ വരും കേട്ടോ. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ബക്കറ്റ്സ് ഒക്കെ ആയിരിക്കും ചിലയിടത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, കണ്ടോ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ എപ്പോഴും എങ്ങനെ അപ്രൂവ്ഡ് ആയിട്ടുള്ള മോപ്പിംഗ് ടെക്നിക്സുകൾ ഉപയോഗിച്ച് മാത്രമായിരിക്കണം ആ പ്രദേശങ്ങൾ ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസിൻഫെക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ മോപ്പിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബക്കറ്റ്സ് ആയിരിക്കും അതിലുണ്ടായിരിക്കും. ട്രിപ്പിൾ ബക്കറ്റ് സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്നിൽ ക്ലീൻ ചെയ്യുന്ന സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിറ്റർജൻസുകളാണ് അല്ലെങ്കിൽ പൗഡേഴ്സ്, ലിക്വിഡുകളൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിനെ റിൻസ് ചെയ്യും അല്ലെ. നമ്മൾ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നുള്ളൂ അല്ലെ. ഓക്കെ, അതായത് നമ്മൾ എന്തോ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. Then examine areas for seepage or any other issue and report instantly. Examines area for seepage or any other issues. അതായത് ഇനി എവിടെയെങ്കിലുമൊക്കെ இந்த ലേബർ റൂമിന്റെ പ്രദേശങ്ങൾ എവിടെയെങ്കിലും ലീക്കേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്ക് ആയിട്ടൊക്കെ കാണുകയാണെങ്കിൽ, ഏതെങ്കിലും പ്രദേശം നമ്മൾ അങ്ങനെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഉടനടി തന്നെ അത് റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും ഏരിയാസിൽ എന്തെങ്കിലും ലീക്ക് കാണുകയാണെങ്കിൽ, ചോർച്ചയൊക്കെ കാണുകയാണെങ്കിൽ ഉടനടി തന്നെ എന്ത് ചെയ്യണം? അത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മളത് അറിയിക്കേണ്ടതാണ്. ഓക്കെ, ഉടനടി തന്നെ അത് എന്ത് ചെയ്യുക? ലീക്കേജസ് നമ്മളത് ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ ആ ചോർച്ച നിർത്തേണ്ടതാണ് കേട്ടോ. അതെ അതെ അതെ. Then clean the labor table after every delivery. ഓരോ ഡെലിവറിക്കും ശേഷം എന്താണ് നമ്മൾ കൃത്യമായിട്ട് ലേബർ ടേബിൾ ക്ലീൻ ചെയ്യുക. ഓക്കെ, then standard procedure for disinfection and sterilization required to be followed. Standard procedures for disinfection and sterilization required to be followed. എന്താ പറയുന്നത്? ഡിസിൻഫെക്ട് ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസും പോളിസീസുകളും മാത്രമായിരിക്കണം നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതായത് അണുവിമുക്തമാക്കുന്നതിനും അണുനശീകരണത്തിനും വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെയുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് മാത്രമായിരിക്കണം ഫോളോ ചെയ്ത് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? ഒന്ന് നമ്മൾ ഒന്നുകൂടി ബ്രീഫ് ചെയ്ത് പറയാം. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഏതുതരം എക്യുപ്മെന്റ്സുകൾ നമ്മള് വൈപ്പ് ചെയ്തതിന് ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം ലേബർ റൂമിനകത്തേക്ക് കൊണ്ടുവരേണ്ടത്. ഇനി കൃത്യമായിട്ടുള്ള രീതിയിൽ ശുചീകരണ ക്രമം ലേബർ റൂമിനകത്ത് ഉണ്ടായിരിക്കണം. അവയെ ആഡ്വക്കേറ്റ് ക്ലീനിങ് സീക്വൻസസ് ഉണ്ടായിരിക്കണം. ഇനി എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ ഒന്നിലത് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക, അതിനെ മാറ്റുക. ഇനി ഏതെങ്കിലും ഐറ്റംസിൽ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആയിട്ട് രക്തമോ ശരീരദ്രവങ്ങളോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു പ്ലേസ് ക്ലീൻ ചെയ്യുക. പിന്നെ അപ്രൂവ് ചെയ്തിട്ടുള്ള മോപ്പിംഗ് ടെക്നിക്സുകൾ മാത്രം ഉപയോഗിച്ചായിരിക്കും അവിടെ ക്ലീൻ ചെയ്യേണ്ടത്. എന്തെങ്കിലും ലീക്കേജസ് ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിൽ എത്രയും പെട്ടെന്ന് ആ ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ എന്ത് ചെയ്യണം? ആ ലീക്ക് നമ്മൾ ക്ലോസ് ചെയ്യിക്കുക. പിന്നെ ഓരോ ഡെലിവറിക്ക് ശേഷം എന്താണ് ലേബർ ടേബിൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക. ഇനി ഡിസിൻഫെക്ട് ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടും ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സുകൾ മാത്രമായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? യെസ്. The labor room and connecting passages should be cleaned at least twice a day. Soiled areas and cleaning of spillage should be done at the earliest time possible.
A detailed wash down of the labor room must be done at least twice a month. ഇവിടെ പറയുന്നത് എന്താണ്? The labor room and connecting passage should be cleaned at least twice a day. ഇവിടെ ലേബർ റൂമിന്റെ പാസേജസുകൾ ഉണ്ടായിരിക്കും അല്ലെ? ആ പാസേജസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അവിടെ നമ്മൾ ക്ലീൻ ചെയ്യാതിരിക്കണോ? അവിടെയും കൃത്യമായിട്ട് പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ. ട്വൈസ് എ ഡേ എന്ന് പറയുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ എന്ന് പറയുന്നത് എന്താ? പ്രാവശ്യം ക്ലീൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ആ 2 പ്രാവശ്യങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ലേബർ റൂമിന്റെ പാസേജസുകൾ. ഇനി അതേപോലെ തന്നെ സോയിൽഡ് ഏരിയാസ് ആർ ക്ലീനിങ് സ്പില്ലേജ് ഷുഡ് ബി ഡൺ അറ്റ് ഏർലിയസ്റ്റ് ടൈം പോസിബിൾ. ഇനി നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കൃത്യമായിട്ട് അതേ കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരിക്കലും ക്ലീൻ ചെയ്ത ഏരിയയിൽ കൂടി കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ, അതായത് ക്ലീൻ ചെയ്ത ഏരിയയിൽ കൂടി അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് കൂടി നമ്മൾ വേസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോയിൽഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ ഒന്നും തന്നെ കൊണ്ടുപോകാനായിട്ട് പാടില്ല. പിന്നെന്താണ്? ഒരു മാസത്തില് ഒരു പ്രാവശ്യമെങ്കിലും അല്ലെ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ മന്തിൽ നമ്മൾ ലേബർ റൂം എന്ത് ചെയ്തിരിക്കണം? ഡീറ്റെയിൽഡ് ആയിട്ട് വാഷ് ഡൗൺ ചെയ്തിരിക്കണം അല്ലെ. അതായത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ലേബർ റൂം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഡീപ് ക്ലീനിങ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. എല്ലാ വീക്കിലും മന്തിലും ദിവസത്തിലൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ എന്താണ്? മാസത്തിൽ ഒരു പ്രാവശ്യം ഫുൾ ആയിട്ടൊരു ഡീപ് ക്ലീനിങ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? പറഞ്ഞ കാര്യങ്ങള് ആ ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ് തുടങ്ങി ഒന്ന് വായിച്ചു നോക്കി. നിങ്ങള് വായിച്ചു നോക്കി. ഫസ്റ്റത്തെ പോയിന്റ് മനസ്സിലായാലോ? നമ്മുടെ ലേബർ റൂമിന്റെ പാസേജസുകൾ കൃത്യമായിട്ട് നമ്മൾ എന്താണ് 2 തവണയെങ്കിലും കൃത്യമായിട്ട് വാഷ് ചെയ്തിരിക്കണം. മാത്രമല്ല എന്താണ്? എന്തെങ്കിലും തരത്തിലൊക്കെ പ്രത്യേകിച്ച് വേസ്റ്റ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോർച്ചയൊക്കെ കാണുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? വേഗം തന്നെ വൃത്തിയാക്കേണ്ടതാണ്. അതുകൊണ്ട് ക്ലീൻ ചെയ്ത ഭാഗത്തുകൂടി ഒന്നും തന്നെ അത്ര മെറ്റീരിയൽസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്താണ്? ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡീപ്പ് ക്ലീനിങ് കൂടി ചെയ്യേണ്ടതാണ്. ഓക്കെ, വരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ? ഇതൊക്കെ റേഡിയോളജി എന്ന് വെച്ചാൽ ആരെങ്കിലും എടുത്തോടില്ല. റേഡിയോളജി എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? റേഡിയോളജി എടുത്തിട്ടില്ലല്ലോ. ഓക്കെ, ശരി. What are the standard precautions in labor room? What are the standard precautions in labor room? ചോദിക്കുന്ന ആള് പറയണേ. കൃഷ്ണേന്ദു പറയട്ടെ മാഡം. ഹാൻഡ് വാഷിങ്, വിയറിംഗ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, പിന്നെ പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഷാർപ്പ് ഒബ്ജക്ട്സ്, പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്. ഓക്കെ, ശരി. ലേബർ ടേബിൾ എക്യുപ്മെന്റ്സിൽ ഏതൊക്കെയാണ്? ലേബർ ടേബിൾ എക്യുപ്മെന്റ്സിൽ ഏതൊക്കെയാണ് ചോദിക്കുന്നതാണ് കേട്ടോ.
Anju Vinesh. Anju. Anju. Nisha K. Nisha. അതിൽ നോക്കി ഉത്തരം പറയാനല്ലുള്ളൂ. പറഞ്ഞൂടെ നിങ്ങൾക്ക്? Hello. അഞ്ചു പറയൂ. അഞ്ചു പറഞ്ഞ ഏതൊക്കെയാണ് ലേബർ ടേബിൾ എക്യുപ്മെന്റ്സിൽ ഏതൊക്കെയാണ്? Radiant warmer, ആ, stabilizers, ആ, hotel Doppler, ആ. hotel Toco, cardiogram. ഓക്കെ, യെസ്. എന്ത് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫോർച്ചർ ടോക്കോ കാർഡിയോഗ്രാഫി ഉപയോഗിക്കുന്നത്? എന്ത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അനുഗ്രഹ ടെസ്റ്റ്. അനുഗ്രഹ. ആ, ശരി. Then LDR can be divided into dark zones. എത്ര സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് LDR? അതായത് 3 അല്ലെ? ഏതൊക്കെയാണ്? ഏതൊക്കെ സോൺസ് ആണ് LDR ഉള്ളത്? ആര്യ അശോക്. ആര്യ അശോക്. Ma'am, unsterile zone, protective zone, delivery zone. ഓക്കെ, വെരി ഗുഡ്. പ്രീ ലേബർ റൂം ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? പ്രീ ലേബർ റൂം ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? പ്രീ ലേബർ റൂം. അശ്വിനി മണികണ്ഠൻ. ഹാദിര സജിത്ത്. എല്ലാവരും വിളിക്കും. ഫൗസിയ TV. ഫൗസിയ. ആ, പറയൂ ഫൗസിയ. പ്രീ ലേബർ റൂം ഏത് സോണിലാണോ വരുന്നത്? Protective zone. പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഓക്കെ. ഡെലിവറി റൂം ഏതിലാണ്? ഡെലിവറി റൂം. Delivery zone. ഡെലിവറി സോൺ. ഓക്കെ, വെരി ഗുഡ്. Infection patients should be admitted in accordance with the TASH protocols. പറയൂ ആൻസർ. ഫൗസിയ എന്ന് പറഞ്ഞോ. ഫൗസിയ. Yes, miss. പറഞ്ഞേ. Infection patients should be admitted in accordance with the TASH protocols. Hospital protocols. ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ്. അപ്പൊ നോക്കൂ, ഇതേപോലെ പോയിന്റ്സിന്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ അങ്ങനെ ചോദിക്കാം കേട്ടോ. ശ്രദ്ധിച്ച് പഠിക്കണേ. ഇവിടെ വരെ എടുത്ത ഭാഗങ്ങൾ നന്നായിട്ട് വായിക്കാം കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you, ma'am. Thank you, ma'am. Thank you.